എല്ലാവർക്കും നമസ്കാരം. അമ്മ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ മുൻവർഷ ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മളുടെ ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തേത് ഇതാണ്: ശരിയായ വാക്ക് കണ്ടെത്തുക എന്നതാണ്. അത് പദശുദ്ധിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓപ്ഷൻ സി, അതിഥി എന്നാൽ വിരുന്നുകാരൻ എന്ന അർത്ഥത്തിലാണ് ആ പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി, അതിഥി എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അത് വിരുന്നുകാരനാണ്, അല്ലെ? വിരുന്നുകാരനെ നമ്മൾ വിളിക്കുന്ന മറ്റു പദങ്ങൾ എന്താണ്? അതിന്റെ പര്യായം എന്താണ്? ആഗന്തുകൻ. ഓർത്തു വെക്കണം. ആഗന്തുകൻ, അതുപോലെ ആവേശികൻ, ഇതെല്ലാം എന്താണ്? അതിഥി അല്ലെങ്കിൽ വിരുന്നുകാരനാണ്. ഇനി ഓപ്ഷൻ ഡി, അതിഥി എന്നാൽ ദേവമാതാവ് എന്നർത്ഥത്തിലാണ് ട്ടോ. ദേവമാതാവ് എന്നർത്ഥത്തിലാണ് ഓപ്ഷൻ ഡി ഉപയോഗിക്കുന്നത്. അപ്പൊ സിയും ഡിയും ശരിയായ പദങ്ങളാണ്. അടുത്ത ചോദ്യം: ശരിയായി വിഗ്രഹിക്കുക, അതായത് ഘടകപദമാക്കുക എന്ന് ചോദ്യം വന്നിട്ടുണ്ട്. മരക്കൊമ്പ് എങ്ങനെ വിഗ്രഹിക്കാം എന്നതാണ് ചോദ്യം. മരത്തിന്റെ കൊമ്പ്, മരവും കൊമ്പും, മരമാകുന്ന കൊമ്പ്, മരമുള്ള കൊമ്പ്. ഏതാ കറക്റ്റ്? മരത്തിന്റെ കൊമ്പാണ്, അല്ലെ? ഇവിടെ ഏതാ പ്രത്യയം വന്നിരിക്കുന്നത്? എന്നുള്ള പ്രത്യയങ്ങളാണ് വന്നിരിക്കുന്നത്. ആ ശ്ലോകം അറിയാലോ. എന്തായിരുന്നു ആദ്യത്തെ വരി? തന്മ നിർദ്ദേശിക കർത്ത പ്രതിഗ്രാഹിക കർമ്മമേ. പ്രതിഗ്രാഹിക കർമ്മമേ ഓട് സംയോജിക സാക്ഷി. ഓട് സംയോജിക സാക്ഷി സ്വാമി ഉദ്ദേശിക ക് ആൽ പ്രയോജികയാം ഹേതു ജെ ഉഡേ സംബന്ധികാസ്വദ ആധാരികാധികരണം ഇൽക്കൽ പ്രത്യയമായവ. ഇതാണ് ശ്ലോകം. വിഭക്തികൾ ഓർത്തിരിക്കാനുള്ള ശ്ലോകം. ഒന്ന് നോക്കി വെക്കാം നമുക്ക്. നിർദ്ദേശികയ്ക്ക് പ്രത്യേകിച്ച് വിഭക്തികൾ ഒന്നും തന്നെ ഇല്ല. ഇപ്പൊ നമ്മൾ പറയില്ലേ, കേരളം എന്ന ദേശം, ഹിമാലയം എന്ന പർവ്വതം, അത്തരം രീതിയിൽ വരുന്നതെല്ലാം എന്താണ്? നിർദ്ദേശികയാണ്. പ്രത്യേകിച്ച് വിഭക്തികൾ ഒന്നും തന്നെ ഇല്ല എന്ന് ഓർത്തിരിക്കണം. എന്ന പദം ഉണ്ടാവാറുമുണ്ട്. അടുത്തത് പ്രതിഗ്രാഹികയാണ്. പ്രതിഗ്രാഹിക കർമ്മമേ എന്നാണ്. ഏ പ്രത്യയമാണ് ട്ടോ. ഏ പ്രത്യയമാണ്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കണം പ്രതിയെ എന്നൊക്കെ ആലോചിച്ചാൽ മതി. അടുത്തത് സംയോജികയാണ്. ഓട് സംയോജിക സാക്ഷി എന്നതാണ്. ഓട് എന്ന വിഭക്തിയാണ്. ഓടുകൾ യോജിപ്പിച്ചിട്ടല്ലേ പണ്ട് നമ്മൾ ഓട് വീടൊക്കെ ഉണ്ടാക്കിയിരുന്നത്, അങ്ങനെ ആലോചിച്ചാൽ മതി. അടുത്തത് ഉദ്ദേശികയാണ്. അത് ക് ന് എന്നതാണ് ട്ടോ. ക് ന് എന്നത് ഉദ്ദേശികയുടേതാണ്. അടുത്തത് പ്രയോജികയാണ്. ആൽമരം കൊണ്ട് പ്രയോജനം എന്നുള്ള രീതിയിൽ ആൽ എന്നത് ഓർത്തു വെക്കണം. സംബന്ധിക, അത് ഇന്റെയും ഉടേയും വന്നിട്ടുണ്ടെങ്കിൽ സംബന്ധിക തൽപുരുഷനാണ്. ഇനി ആധാരികയാണെങ്കിൽ അത് ഇൽ കൽ എന്ന പ്രത്യയങ്ങൾ വന്നാല് ആധാരികയുമാണ് എന്ന് ഓർക്കണം. ഇതാണ് തൽപുരുഷന്റെ പിരിവുകൾ എന്നുള്ളത് ഓർത്തിരിക്കണം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. സന്ധി നിർണയിക്കുക. പഠിക്കെട്ട് എന്നതാണ് ചോദ്യം. എങ്ങനെ നമുക്ക് പിരിച്ചെഴുതാം? പടി അധികം കെട്ടാണ് കൂട്ടിച്ചേർക്കുമ്പോൾ പടിക്കെട്ട് ആയി മാറുന്നത്. ഇവിടെ ഒന്നേ ഉള്ളൂ, ഇവിടെ ഇരട്ടിച്ചു. ഇരട്ടിപ്പ് വന്നാൽ ദ്വിത്വസന്ധിയാണ് എന്നത് നമുക്കറിയാം, അല്ലെ? ഒന്നതിൽ സന്ധിപ്പിൽ പോവതാം ലോപം, ഒന്നതിൽ കൂടലാഗമം, പകരം ചേർപ്പതാദേശം, ദ്വിത്വം താൻ ഹല്ലിരട്ടിയും. അങ്ങനെയാണ് സന്ധിയുടെ നിയമങ്ങൾ വരുന്നത്. ഇവിടെ ഇരട്ടിക്കാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് ദ്വിത്വസന്ധിയാണ് എന്ന് ഓർത്തുവെക്കണം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. വിഭജിക്കാൻ കഴിയാത്തത് എന്നതിന്റെ ഒറ്റപ്പദം ഏത് എന്നതാണ് ചോദ്യം. PSC തന്നിട്ടുള്ള 13 വിഭാഗം സിലബസിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ അധികവും വരാറുള്ളത്. ഇടയ്ക്ക് അവര് വ്യാകരണവും പിന്നെ കലാ സാംസ്കാരികം ഭാഗത്ത് സാഹിത്യത്തിന്റെ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. വിഭജിക്കാൻ കഴിയാത്തത് എന്നതിന്റെ ഒറ്റപ്പദം എന്തായിരിക്കും? അവിഭാജ്യമാണ്, അല്ലെ? വിഭജിക്കാൻ കഴിയാത്തതിന് നമ്മൾ പറയുന്ന ഒറ്റപ്പദമാണ് അവിഭാജ്യം. ഈ അഭംഗുരം എന്ന് പറഞ്ഞാൽ എന്താണ്? നാശമില്ലാത്തത് ഒക്കെ എന്നുള്ള അർത്ഥത്തിലാണ് അഭംഗുരം എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്.
ശത്രു എന്ന പദത്തിന്റെ സമാന പദം കണ്ടെത്താനാ പറഞ്ഞിരിക്കണേ. ശത്രുവിന്റെ സമാന പദം. മിത്രം അല്ല, മിത്രം വിപരീതമാണ്. രവം എന്താണ്? മിത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൂട്ടുകാരൻ, ഫ്രണ്ട് എന്നുള്ള അർത്ഥമാണ്. രവമാണെങ്കിൽ അത് ശബ്ദമാണ് എന്നോർക്കണം. രിപുവാണ് അല്ലെ ശത്രുവിന്റെ അർത്ഥമായിട്ട് വരുന്നത്. രിപു എന്ന വാക്കാണ്. രണമാണെങ്കിൽ യുദ്ധം എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അടർ, രണം, പോര് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ യുദ്ധത്തിന്റെ പര്യായങ്ങള് പഠിക്കാറുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് SCERT യുദ്ധത്തിന്റെ പരിണാമം പഠിക്കാണ്ട് ആരും പോവരുത് കേട്ടോ എക്സാമിന്. ഇനി അടുത്തത് അളി, ആളി അർത്ഥവ്യത്യാസം എഴുതുക എന്നതാണ് ചോദ്യം. അളി എന്ന് പറഞ്ഞാൽ വണ്ട് ആണെന്ന് നമുക്കറിയാം. ആളി ആണെങ്കിലോ തോഴിയാണ് അല്ലെ. നമ്മുടെ ശകുന്തളയുടെ ആളിമാരാണ് ആര്? അനസൂയയും പ്രിയംവദയും എന്നൊക്കെ ഓർത്തിരുന്നാ മതി. അപ്പോ അളി വണ്ടും ആളി എന്നത് തോഴിയുമാണ് എന്ന് നോക്കണം. താഴെ പറയുന്നവയിൽ ഭേദകത്തിന് ഉദാഹരണം ഏത് എന്നതാണ് ചോദ്യം. ഭേദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാമത്തിൽ നിന്നോ നാമവിശേഷണത്തിൽ നിന്നോ ഉണ്ടാകുന്ന പുതിയ നാമരൂപങ്ങൾക്കാണ് നമ്മൾ ഭേദകം എന്ന് പറയാ. ഒരു നാമത്തിൽ, അതായത് ഭീമൻ എന്ന നാമത്തിൽ നിന്നാണ് ഭൈമി എന്ന പദം ഉണ്ടാകുന്നത്. അതുപോലെ നാമവിശേഷണമാണെങ്കിൽ സമർത്ഥൻ എന്ന് പറയുന്ന ഒരു വിശേഷണമല്ലേ, അതിൽ നിന്നുണ്ടാകുന്നത്. അത്തരം രീതിയിൽ വരുന്ന പദങ്ങളെല്ലാം ഭേദകമാണ് എന്ന് നോക്കണം. ഒന്ന് നോക്കിയേ, കറുമ്പൻ. കറുപ്പ് എന്ന വിശേഷണത്തിൽ, ഒരു വിശേഷണത്തിൽ നിന്നാണ് കറുമ്പൻ എന്ന പദം ഉണ്ടായത്. അതുകൊണ്ട് ഇത് എന്തിന് ഉദാഹരണമാണ്? ഭേദകത്തിന് ഉദാഹരണമാണ് എന്ന് ഓർക്കണം. സീത എന്ന് പറഞ്ഞാൽ ഒരു നാമമാണ്. എണ്ണ ഇതുപോലെ തന്നെയാണ്. ഞാൻ എന്നത് എന്ത് സർവനാമമാണ്? ഉത്തമ പുരുഷ സർവനാമമാണ് ട്ടാ. ഞാൻ, ഞങ്ങൾ, നാം, നമ്മൾ എന്നൊക്കെ ഉള്ളത് ഉത്തമ പുരുഷ സർവനാമമാണെന്ന് ഓർത്തു വെക്കണേ. അടുത്തത് ഹായ്. എന്തു മനോഹരം. ഇവിടെ ഹായ് എന്ന പദത്തിന് ശേഷം ചേർക്കേണ്ട ചിഹ്നമേത് എന്നതാണ് ചോദ്യം. പറഞ്ഞോളൂ. ഇവിടെ എന്തായിരിക്കും? നമ്മൾ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ചേർക്കും, ആശ്ചര്യ ചിഹ്നം ചേർക്കും അല്ലെ. ആശ്ചര്യ ചിഹ്നം. ആശ്ചര്യചിഹ്നത്തിന് എന്തെന്നാ നമ്മൾ പറയാ? വിക്ഷേപിണി എന്നാണ്. നോക്കിയേ, റോക്കറ്റ് വിക്ഷേപിക്കുന്ന പോലെ. ഇവിടെ അങ്ങോട്ട് തീ വെച്ചിട്ടുണ്ടെങ്കിൽ റോക്കറ്റ് ഇങ്ങനെ പൊന്തി പോകും അല്ലെ. അപ്പൊ വിക്ഷേപിണി എന്നാണ് പറയാ. ഇതിന് തന്നെ നമ്മൾ സ്തോഭചിഹ്നം എന്നുകൂടി പറയും. ഓർത്തിരിക്കണേ. ആശ്ചര്യ ചിഹ്നം, സ്തോഭചിഹ്നം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിക്ഷേപിണി തന്നെയാണ് എന്ന് ഓർത്തു വെക്കണേ. സംജ്ഞാനാമത്തിന് ഉദാഹരണം ഏത് എന്നതാണ് ചോദ്യം. നമുക്കറിയാം ഒരു വസ്തുവിന്റെ പേരിനെ കുറിക്കുന്നതിനെയാണ് നമ്മൾ നാമം എന്ന് പറയാ. നാമത്തിനെ നമ്മൾ 5ആയി തരംതിരിച്ചിട്ടുണ്ട്. സംജ്ഞാനാമം എഴുതിയിടണോ? ഒന്ന് എഴുതിയിടാം. ആദ്യത്തേത് സംജ്ഞാനാമമാണ്. രണ്ടാമത്തേതാണെങ്കിൽ സാമാന്യനാമമാണ്. മൂന്നാമത്തേത് മേയനാമമാണ്. നാലാമത്തേത് സർവനാമമാണ്. അഞ്ചാമത്തേത് സമൂഹനാമമാണ്. ഓർത്തിരിക്കണം. ഓരോ എക്സാമ്പിൾ പറഞ്ഞുതരാം. സംജ്ഞ ആണെങ്കിൽ കൂട്ടത്തിൽ ഒന്നിനെ പ്രത്യേകമായിട്ട് പിക്ക് ചെയ്ത് പറയുമ്പോ കുറെ ആളുകളിൽ നിന്ന് ഇപ്പൊ സീത, ഇപ്പൊ നിഷ, രാമൻ, അങ്ങനെ ഓരോരുത്തരെ ഇപ്പൊ പർവ്വതങ്ങളുടെ ഇടയിൽ നിന്ന് ഹിമാലയം, അങ്ങനെ ഓരോന്നിനെ ചൂസ് ചെയ്ത് പറയുമ്പോ അതെല്ലാം സംജ്ഞാനാമത്തിൽ പെടും. അപ്പൊ ഇവിടെ സീത, രാമൻ, ഹിമാലയം, അങ്ങനെ ഒന്നിച്ചല്ല, ഒരു കൂട്ടത്തിൽ നിന്ന് ഒന്നിനെ പറയുമ്പോൾ സംജ്ഞയാണ്. ഇനി സാമാന്യമാണെങ്കിൽ എന്തായിരിക്കും? പർവ്വതം, ഒരുപാട് പർവ്വതങ്ങളുണ്ട് അല്ലെ. നദി, ഒരുപാട് നദികളുണ്ട് അല്ലെ. അങ്ങനെയൊക്കെ പറയുന്നത് സാമാന്യനാമത്തിലാണ് പെടുക. മേയനാമമാണെങ്കിൽ എന്തായിരിക്കും? ജാതി വ്യക്തി ഭേദമില്ലാത്തതും അളന്നു തൂക്കാൻ കഴിയാത്തത്. പ്രകൃതി പ്രതിഭാസങ്ങള്, മഞ്ഞ്, മഴ, വെയില്, ഇതെല്ലാം എക്സിട്ര, ഇതെല്ലാം മേയനാമത്തിന് ഉദാഹരണമാണ്. അടുത്തത് സർവനാമമാണ്. നാമത്തിന് പകരം ഉപയോഗിക്കുന്നതെല്ലാം സർവനാമങ്ങളാണെന്ന് ആലോചിക്കണം. ഞാൻ, നീ, അവൻ, എക്സിട്ര, ഇതെല്ലാം സർവനാമത്തിന് ഉദാഹരണമാണ്. അടുത്തത് സമൂഹനാമമാണ്. സമൂഹനാമം എന്ന് പറഞ്ഞാല് ഒന്നിച്ച് പറയാണേ. ഇപ്പൊ കുലം, ഒരു കുലം മൊത്തം. അതേപോലെ വംശം, ഗോത്രം, സഭ, ഇതെല്ലാം സമൂഹനാമത്തിന് ഉദാഹരണമാണ് എന്ന് നോക്കണം. ഇനി നമുക്ക് ഓരോന്ന് നിങ്ങൾ ഇങ്ങോട്ട് കമന്റ് ചെയ്യണം. ഞാൻ എന്നത് എന്തിൽ പെടും? ഞാൻ നാമത്തിന് പകരമാണ്. അപ്പൊ അത് സർവനാമമാണ്. കാറ്റ് എന്തിൽ പെടും? പ്രകൃതി പ്രതിഭാസമാണ്. അതുകൊണ്ട് ഇത് മേയനാമമാണ്. മനുഷ്യൻ കോമൺ ആയിട്ട് പറയുന്നതാണ്, സാമാന്യമാണ്. സീത
ചൂസ് ചെയ്ത് പറയുന്നതാണ്. അതുകൊണ്ട് സംജ്ഞാനാമമാണ്. ചോദ്യം സംജ്ഞാനാമത്തിന് ഉദാഹരണം എന്നായതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ശരിയായ ആൻസർ. മനസ്സിലായല്ലോ? യഥാശക്തി എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ലേത് എന്നതാണ് ചോദ്യം. പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോ പന്തം കൊളുത്തിപ്പട, ചിനക്കത്തൂർ പൂരം തനിക്കൊത്തവണ്ണം, പണം കൊണ്ടറിഞ്ഞാലേ കൊണ്ടെറിഞ്ഞാലേ എന്നാണ് ആവോട്ടെ പണത്തിൽ കൊള്ളൂ, കൂത്തുപാതി പിള്ളപാതി. ഇതിലേതാണ് യഥാശക്തി എന്നർത്ഥം വരുന്നത് എന്നതാണ് ചോദ്യം. യഥാശക്തി എന്ന് പറഞ്ഞാൽ അവനവന്റെ ശക്തിക്ക് അനുസരിച്ച് എന്ന രീതിയിലാണ്. ഓപ്ഷൻ എ നോക്കുമ്പോ പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോ പന്തം കൊളുത്തിപ്പട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ 2018 നമുക്ക് പ്രളയം വന്നത്. അത് 2018 ആ പ്രളയം വന്നപ്പോ ഞങ്ങളുടെ വീട്ടിലൊക്കെ കുറച്ചിങ്ങനെ വെള്ളം കയറിയിരുന്നു. അതായത് നമുക്ക് താമസിക്കാൻ പറ്റാത്ത പോലെ വീടിന്റെ ഉള്ളിലൊക്കെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഞങ്ങളുടെ കുറച്ച് റിലേറ്റീവ്സ് അതിന്റെ തലേ ദിവസം രാത്രി അവരുടെ വീട്ടിലൊക്കെ വെള്ളം വന്നപ്പോ എല്ലാവരും കൂടെ ഞങ്ങളെ വീട്ടിലേക്ക് വന്നു. എന്നുവെച്ചാൽ ഇവിടേക്ക് വെള്ളം വരില്ല എന്നുള്ള ധാരണയില് നമ്മൾ ഇവിടെ താമസിച്ചു. രാവിലെ ഒരു പുലർച്ചെ 2 മണി 3 മണി ആയപ്പോ തൊട്ട് നമ്മളുടെ വീട്ടിലേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ വെള്ളം കയറി തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ എന്നിട്ട് വീടടച്ചിട്ട് ഒന്നിച്ചു പോയി. പിന്നെ തിരിച്ചു വന്നപ്പോ ഒരു കുറച്ച് ഭാഗം അടിഭാഗമൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതായത് അവരൊക്കെ അവിടത്തെ വെള്ളത്തെ പേടിച്ചിട്ട് നമ്മളെ വീട്ടിലേക്ക് വന്നത്. പക്ഷെ വന്നപ്പോ ഇവിടെയും വെള്ളം എന്നുള്ള അർത്ഥമാണ് അല്ലെ. ഇനി രണ്ടാമത്തത് ചിനക്കത്തൂർ പൂരം തനിക്കൊത്തവണ്ണം. അതെന്താണ്? ഒരു കാര്യം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഭംഗിയാക്കി ചെയ്യുക, അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഓപ്ഷൻ സിയിലാണ് 2 മാത്രം ശരി എന്ന് വരുന്നത്. അതുകൊണ്ട് സി ആണ് കറക്റ്റ് ആൻസർ. യഥാശക്തി എന്ന് പറഞ്ഞാൽ ചിനക്കത്തൂർ പൂരം തനിക്കൊത്തവണ്ണം നടക്കുക എന്ന രീതി. അടുത്തത് സൂര്യൻ എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് എന്നതാണ് ചോദ്യം. സൂര്യന്റെ പര്യായം അല്ലാത്തത്. അർക്കൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൂര്യനാണ് മിഹിരൻ, സൂര്യനാണ് ആദിത്യൻ, സൂര്യനാണ് സുധാംശു എന്ന പദമാണ് സൂര്യൻ അല്ലാത്തത് അല്ലെ. അപ്പൊ ഇതിലേതാ? ഓപ്ഷൻ 4 വരുന്നത്. 4 എന്ന് വരുന്നത് ഡി ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടയുടെ ഉള്ളിൽ ഒരു പെരുമ്പട എന്ന കടങ്കഥ അർത്ഥമാക്കുന്നത് എന്തിനെ എന്നതാണ് ചോദ്യം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ തേനീച്ചക്കൂട്ടിന്ന് തേനെടുക്കുന്നത്? അത് ഇങ്ങനെ കട്ട് ചെയ്താണ് അല്ലെ. ലെയേഴ്സ് പോലെയാണ്. അടയുടെ ഉള്ളിൽ ഒരു പെരുമ്പട എന്നതാണ്. അത് തേനീച്ചക്കൂടാണ്. 2 എന്ന് വന്നിരിക്കുന്നത് സിയിലാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ്. ഇവിടെ 2 കാണുമ്പോ നേരെ വന്ന് ഇവിടത്തെ ബി സെലക്ട് ചെയ്യാൻ പാടില്ല. ശ്രദ്ധിച്ചു നോക്കണം എവിടെയാണ് വന്നിരിക്കുന്നതെന്ന്. അതിനുശേഷം മാത്രം ബബിൾ ചെയ്യുക കേട്ടോ. ഇനി അടുത്തത് തെറ്റായ തർജ്ജമ ഏത് എന്നതാണ് ചോദ്യം. ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ കൊള്ളാത്തവൻ എന്നർത്ഥത്തിലാണ്. ശരിയാണ്. കിക്ക്ഡ് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു എന്നതാണ്. ശരിയാണ്. 11th അവർ എന്ന് പറഞ്ഞാൽ 11 മണിയാണോ? അല്ല, അത് അവസാന നിമിഷം. എല്ലാ കാര്യങ്ങളും അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കുന്ന രീതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. റെഡ് ടേപ്പ് എന്ന് പറഞ്ഞാൽ ചുവപ്പ് നാട. കറക്റ്റ് ആണ്. അപ്പൊ ഇതിൽ ഏതാണ് തെറ്റായത്? 3 ആണ് തെറ്റായത്. 3 എന്ന് വന്നിട്ടുള്ളത് ഓപ്ഷൻ എയിലാണ്. അതുകൊണ്ട് എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്രമമനുസരിച്ച് എന്നർത്ഥം വരുന്ന പദം ഏത് എന്നതാണ് ചോദ്യം. അതിക്രമം അല്ല, ക്രമരഹിതം അല്ല, അനുക്രമം ആണോ? അക്രമം. ഇതിലേതാ ശരി? അനുക്രമം എന്നതാണ്. ക്രമം അനുസരിച്ച്. ചിലപ്പോ അനുക്രമം എന്ന വാക്ക് തന്നിട്ട് വിഗ്രഹിക്കാൻ ചോദിക്കും, ശ്രദ്ധിക്കണം. അനുക്രമം. ഇവിടെ ക്രമം എന്ന വാക്ക് രണ്ടാമത്തേതാണ്. ഉത്തരത്തിൽ ക്രമം എന്ന വാക്ക് ഒന്നാമത്തേതാണ്. രണ്ടാം പദം ഒന്നാം പദമായി തിരിഞ്ഞു വന്നാൽ ഇതെന്ത് സമാസം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്? അവ്യയീഭാവ സമാസമാണ്. യഥാശക്തി ശക്തിക്കനുസരിച്ച്, യഥാക്രമം ക്രമമനുസരിച്ച്, അനുക്രമം ക്രമമനുസരിച്ച്, അങ്ങനെ തിരിഞ്ഞു വരുന്നതെല്ലാം അവ്യയീഭാവ സമാസങ്ങളാണ് എന്ന് ഓർക്കണം. അപ്പൊ ഇവിടെ 3ലാണ് അനുക്രമം വന്നിരിക്കുന്നത്. അത് സിയിൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി കയ്യക്ഷരം എന്ന പദം എങ്ങനെ പിരിച്ചെഴുതാം എന്നതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കയ്യ, കയ്യ്, കയ്യ്, കൈ. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. കൈ അധികം അക്ഷരം എന്നുള്ള 4ാമത്തേതാണ്. അത് വന്നിരിക്കുന്നത് ഡിയിലാണ്. അതുകൊണ്ട് ഡി ആണ്
ശരിയായ ആൻസർ. അപ്പൊ ഇവിടെ ഏത് സമാസം സന്ധി വരുന്നു എന്ന് പറഞ്ഞേ? കൈ അധികം അക്ഷരം കൂടിച്ചേരുമ്പോ കൈയക്ഷരം എന്നായി മാറും. യ് എന്ന വർണ്ണം വരും ല്ലെ? യ് എന്ന വർണ്ണം വരുന്നത് കൊണ്ട് അത് ആഗമസന്ധിയാണ് എന്നോർക്കണം. ആഗമസന്ധി ഓർക്കണേ. ഉമ്മാക്കി കാട്ടുക എന്ന ശൈലിയുടെ ശരിയായ വ്യാഖ്യാനം ഏത് എന്നതാണ് ചോദ്യം. ഉമ്മാക്കി കാട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പറയുമല്ലോ, എന്നെ ഉമ്മാക്കി കാട്ടിയൊന്നും പേടിപ്പിക്കണ്ട ട്ടാ. അതായത് അയഥാർത്ഥമായ ഒന്നുണ്ടെന്ന രീതിയിൽ, ഇല്ലാത്തതിനെ നമ്മൾ വെറുതെ പറഞ്ഞ് പേടിപ്പിക്കൂലേ, അതിനെയാണ് നമ്മൾ ഉമ്മാക്കി കാട്ടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഓപ്ഷൻ എ ആണ്. ബാക്കി ഓപ്ഷൻ ഞാൻ വായിക്കുന്നില്ല. കറക്റ്റ് ആൻസർ എ ആണ്. ചിറ്റോളം എങ്ങനെ പിരിച്ചെഴുതാം എന്നതാണ് ചോദ്യം. ചിറ്റ് ഓളം, ചിറ ഓളം, ചിറ്റ ഓളം, ചിറു ഓളം. ചിറ്റോളം എന്ന് പറഞ്ഞാല് ചിറു അധികം ഓളമാണ് ട്ടോ. ചിറു അധികം ഓളമാണ് ചിറ്റോളം എന്ന് പറയുന്നത്. ശരിയായ പദം ഏത് എന്നതാണ് ചോദ്യം. സമ്രാട്ട് എന്ന് 4 രീതിയിൽ എഴുതിയിട്ടുണ്ട്. സമ്രാട്ട്, സാമ്രാട്ട്, സമ്രാട്ട്, സാമ്രാട്ട്. ഏതാ കറക്റ്റ്? ഓപ്ഷൻ എ ആണ്. സമ്രാട്ട് എന്നതാണ് ശരിയായ ഉത്തരം. ഇനി മന്ദം എന്ന വാക്കിന്റെ വിപരീതം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മന്ദത്തിന്റെ വിപരീതം ശുഭം ശീഘ്രമാണ് ട്ടോ. ശീഘ്രം, ശമം, സ്ഥൂലം. എന്താ മന്ദത്തിന്റെ വിപരീതം? മന്ദത്തിന്റെ വിപരീതം ശീഘ്രം എന്നാണ്. സ്ഥൂലം എന്ന വാക്കിന്റെ വിപരീതം സൂക്ഷ്മം എന്നാണ്. സ്ഥൂലത്തിന്റെ വിപരീതമാണ് സൂക്ഷ്മം. അടുത്തത് ശരിയായ പദം ഏത് എന്നതാണ്. നമുക്കറിയാം ശരത്ത് അധികം ചന്ദ്രൻ കൂട്ടിച്ചേർക്കുമ്പോ ത് പ്ലസ് ച കൂടിയിട്ട് എന്തായി മാറും? ശരത് ചന്ദ്രനായി മാറും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് ഓർത്തിരിക്കണം. അടുത്തത് ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നതിന്റെ ഒറ്റപ്പദം ഏത് എന്നതാണ് ചോദ്യം. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുടെ ഒറ്റപ്പദം. ബുഭുക്ഷു, പിപാസു, ദിദൃക്ഷു, പിപഠിഷു. ഓരോന്നും നമുക്ക് എഴുതി നോക്കാം. ബുഭുക്ഷു എന്ന് പറഞ്ഞാല് ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഇതാണ് കറക്റ്റ് ആൻസർ. പിപാസു എന്ന് പറഞ്ഞാൽ എന്താ? പിപാസു കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ട്ടാ. നോക്കിയേ, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഊന്ന് അവസാനിക്കുന്നതൊക്കെ ആളുകളെ ആയിരിക്കും. ആഗ്രഹമാണെങ്കിൽ പിപാസ, ദിദൃക്ഷ, പിപഠിഷ അങ്ങനെ വരുള്ളൂ. ഉകാരം ഇട്ട് വന്നാൽ അത് വ്യക്തികളെ സൂചിപ്പിക്കുന്നതായിരിക്കും എന്നോർക്കണം. ഇവിടെ ദിദൃക്ഷു എന്ന് പറഞ്ഞാല് കാണുവാൻ അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നതാണ്. പിപഠിഷു ആണെങ്കിലോ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളിനെയാണ് നമ്മള് പിപഠിഷു എന്ന് പറയാം. ഓർത്തിരിക്കണേ. ശരി. ഞാൻ ഒന്നും പഠിച്ചില്ല, ആ പരീക്ഷ ഞാൻ വിജയിച്ചു. ഈ വാക്യങ്ങൾ ചേർത്തെഴുതുമ്പോൾ ഉപയോഗിക്കാവുന്ന ശരിയായ ഘടകപദം ഏത് എന്നതാണ് ചോദ്യം. ഞാനൊന്നും പഠിച്ചില്ല, അങ്ങനെ ആ പരീക്ഷ ഞാൻ വിജയിച്ചു പറയില്ല. ഞാൻ ഒന്നും പഠിച്ചില്ല, അതുകൊണ്ട് ആ പരീക്ഷ ഞാൻ വിജയിച്ചു തെറ്റാണ്. ഞാൻ ഒന്നും പഠിച്ചില്ല, അപ്പോൾ ആ പരീക്ഷ ഞാൻ വിജയിച്ചു തെറ്റാണ്. ഞാൻ ഒന്നും പഠിച്ചില്ല എന്നിട്ടും ആ പരീക്ഷ ഞാൻ വിജയിച്ചു എന്ന് പറയുമ്പോൾ അത് കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് ഓർക്കണേ. ഇനി 23 സന്ധി നിയമപ്രകാരമുള്ള ശരിയായ പദനിര ഏത് എന്നതാണ് ചോദ്യം. സന്ധി നിയമത്തിൽ എപ്പോഴും ഇത് ഓർത്തു വെക്കണം. നിറയുക എന്നതിന്റെ, എരിയുക എന്നതിന്റെ, ഉരയ്ക്കുക എന്നതിന്റെ എല്ലാത്തിന്റെയും ഷോർട്ട് ഫോം ആണ് നിറ, എരി, ഉര എന്നിങ്ങനെയുള്ളത്. ഇങ്ങനെ ഒരു ക്രിയയുടെ അല്ലെ, ഒരു ക്രിയാപദത്തിന്റെ ഷോർട്ട് ഫോം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒപ്പം ചേർക്കുന്ന പദങ്ങൾ ഇരട്ടിക്കില്ല എന്നോർക്കണം. എരി അധികം തീ, എരിത്തി എന്ന് വരില്ല, എരിതി. ഉരയാണ്. ഉര അധികം കല്ല് കൂടിച്ചേരുമ്പോ ഉരകല്ല്. ഇരട്ടിക്കാതെ വരും എന്ന് ഓർത്തു വെക്കണം. എങ്കിലും, ഇരട്ടിക്കുന്നില്ലെങ്കിലും ഇതെല്ലാം ദ്വിത്വസന്ധിക്ക് ഉദാഹരണമാണെന്നും കൂടെ ഓർത്തു വെക്കണം. ഇനി ഭൂമി എന്നർത്ഥം വരുന്ന പദം ഏത് എന്നതാണ് ചോദ്യം. ഭൂമി എന്നർത്ഥം വരുന്നത് ഇളയാണ് ട്ടാ. ഇളയാണ്. ഉഡു നക്ഷത്രമാണ് എന്നോർക്കണം. ഉഡുരാജൻ എന്ന് പറയുമ്പോ ചന്ദ്രനാണ്. ഉഡുവാണെങ്കിൽ നക്ഷത്രമാണ്. അടുത്തത് കൂട്ടത്തിൽ പെടാത്ത ജോഡി ഏത് എന്നതാണ്. ആയം, വ്യയം. ആയം എന്ന് പറഞ്ഞാല്
മിതവ്യയശീലം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അതായത് പിടിച്ച് ചെലവാക്കുക അല്ലെ? പൈസ ഒരുപാട് ചെലവാക്കാണ്ട് സൂക്ഷിച്ച് ചെലവാക്കുന്നതിനെയാണ് വ്യയം എന്ന് പറയാ. അപ്പൊ ആയം വ്യയം എന്നുള്ളത് കറക്റ്റ് ആണ്. ആരോഹണം കയറിപ്പോകുന്നതാണ്. അവരോഹണമാണെങ്കിൽ ഇറങ്ങി വരുന്നതാണ്. അപ്പൊ അതും ശരിയാണ്. ജ്ഞാനം വിജ്ഞാനം. ജ്ഞാനം എന്നാൽ അറിവ് എന്നർത്ഥം. വിജ്ഞാനം എന്നാലും അറിവ് എന്നർത്ഥം. അപ്പൊ ജ്ഞാനത്തിന്റെ വിപരീതമാണോ വിജ്ഞാനം? അല്ല. ഇനി തമസ് ഇരുട്ടാണ്. അതിന്റെ വിപരീതമാണ് ജ്യോതിസ്, വെളിച്ചമാണ്. അത് കറക്റ്റ് ആണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് തെറ്റായത് അല്ലെ, കൂട്ടത്തിൽ പെടാത്തത്. ഇനി ജ്ഞാനത്തിന്റെ വിപരീതം എന്താണ് എന്ന് നോക്കണം. അത് അജ്ഞാനമാണ് മക്കളെ. അജ്ഞാനം എന്ന് പറഞ്ഞാലാണ് അറിവില്ലായ്മ. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തില് ഒരുപാട് ജ്ഞാനം നേടി അതിന്റെ ഒരു ജ്യോതിസ്, ഒരു പ്രകാശം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ട് 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്ലാസ് യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.